നമസ്കാരം. ക്യാപ്റ്റനും കോച്ചുമില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീം. ലോകകപ്പ് യോഗ്യതാ പ്രതീക്ഷ കൂടി അവസാനിച്ച് തോൽവികൾ തുടർക്കഥയായ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഇഗോർ സ്റ്റിമാക്കിനെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്താക്കി. ക്യാപ്റ്റൻ സുനിൽ ഛേത്രി വിരമിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ടീമിന്റെ പരിശീലകനും കളമൊഴിയുന്നു. സത്യത്തിൽ ഇഗോർ സ്റ്റിമാക്ക് ആയിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന്റെ വില്ലൻ. 2023 മികച്ച പ്രകടനത്തിന്റെ പേരിൽ കരാർ നീട്ടിയ പരിശീലകനെയാണ് ഒരു വർഷം തികയും മുൻപ് മോശം പ്രകടനത്തിന്റെ പേരിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്താക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ തകർച്ചയ്ക്ക് ഒരേ ഒരു കാരണം ഇഗോർ സ്റ്റിമാക്കാണെന്ന് വരുത്തി തീർത്ത് മുഖം മിനുക്കാൻ ഒരുങ്ങുന്നു എന്ന് മാത്രം. ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കാനാകാത്തത് ഗുരുതര പിഴവായി കണ്ടാണ് അടിയന്തരമായി സ്റ്റിമാക്കിനെ പുറത്താക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചത്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ ഭരിക്കുന്നവരെ ഓർത്ത് സഹതപിക്കാൻ മാത്രമേ സാധിക്കൂ. ഇന്ത്യ ഇന്ന് വരെ ലോകകപ്പ് കളിച്ചിട്ടില്ല. ഇതുവരെ യോഗ്യതാ മത്സരത്തിലെ കടമ്പ കടന്നിട്ടുമില്ല. പിന്നെ ഇപ്പോൾ മാത്രം എന്ത് അത്ഭുതം സംഭവിക്കാൻ? 2019 മെയ് 15 സ്റ്റീഫൻ കോൺസ്റ്റന്റൈന്റെ പിൻഗാമിയായി ഇന്ത്യൻ ഫുട്ബോളിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ക്രൊയേഷ്യക്കാരൻ ഇഗോർ സ്റ്റിമാക്ക് എത്തുന്നു. ഫിഫ റാങ്കിങ്ങിൽ അന്ന് 101 സ്ഥാനത്താണ് ഇന്ത്യ. 99 റാങ്കിലേക്ക് 2023 എത്തിയതാണ് ഇഗോർ സ്റ്റിമാക്കിന്റെ കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിന്റെ മികച്ച പ്രകടനം. കിരീടത്തിന്റെ കണക്കിൽ അല്പം ആശ്വസിക്കാം. 5 വർഷത്തിനിടെ 4 കിരീടങ്ങൾ, 2 തവണ സാഫ് കപ്പിലും ഒരിക്കൽ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും ഒരു ത്രിരാഷ്ട്ര ടൂർണമെന്റിലും നീലപ്പട ചാമ്പ്യന്മാരായി. ഒരു വർഷം ഏറ്റവും കൂടുതൽ കിരീടം ഇന്ത്യക്ക് സമ്മാനിച്ച പരിശീലകനെന്ന നേട്ടവും 2023 സ്റ്റിമാക്കിന്റെ പേരിലായി. 3 കിരീടങ്ങൾ. എന്നാൽ ഇത്തവണ ഏഷ്യ കപ്പിൽ 3-3 തോറ്റതിന് പിന്നാലെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ അടിപതറിയതാണ് ഇഗോർ സ്റ്റിമാക്കിന് സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം. ലോകകപ്പ് യോഗ്യതാ പോരിൽ അഫ്ഗാനിസ്ഥാനോട് പോലും ഇന്ത്യ തോറ്റു. 48 രാജ്യങ്ങൾ മത്സരിക്കാൻ പോകുന്ന 2026 ലോകകപ്പിൽ ഒന്നാകാൻ ഇന്ത്യക്ക് അവസരമൊരുങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ ദുർബലരോട് പോലും ജയിക്കാനാകാതെ മടങ്ങിയത് വലിയ തിരിച്ചടി തന്നെയാണ്. എന്നാൽ അതൊരു ഇഗോർ സ്റ്റിമാക്കിന് മുകളിൽ തളച്ചിടുമ്പോൾ യഥാർത്ഥ വില്ലന്മാർ രക്ഷപ്പെടുകയാണ്. 121 ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. സത്യത്തിൽ ഇതൊരു അത്ഭുതമേയല്ല. ചരിത്രത്തിൽ 90 മുകളിലേക്ക് ഇന്ത്യയുടെ റാങ്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ല എന്നതാണ് സത്യം. 1996 IM വിജയനും ബൈച്ചിങ് ബൂട്ടിയും ഒന്നിച്ച് ഇന്ത്യയുടെ മുന്നേറ്റം ഭരിച്ച കാലത്ത് 94 റാങ്കിലെത്തിയതാണ് ഫുട്ബോളിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം. 2015 പോലും ഇന്ത്യ 173 റാങ്കിലായിരുന്നു. കേരളത്തിൽ നിന്ന് IM വിജയനൊപ്പം ജോ പോളഞ്ചേരിയും VP സത്യനും ഇന്ത്യക്കായി കളിച്ച സുവർണകാലം അവസാനിച്ചപ്പോൾ ബൈച്ചിങ് ബൂട്ടിയ രാജ്യത്തിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങളെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി. ബൂട്ടിയ അവസാനിപ്പിച്ചപ്പോൾ സ്വാഭാവിക പിൻഗാമിയായി സുനിൽ ഛേത്രി എത്തി. എന്നാൽ ഛേത്രി പോകുമ്പോൾ ആരെന്ന ചോദ്യത്തിന് ഉത്തരം ശൂന്യതയായി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മുൻപ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വിഖ്യാത പോർച്ചുഗീസ് ഫുട്ബോൾ താരം ലൂയിസ് ഫിഗോ ഫുട്ബോൾ നഴ്സറി ഇല്ലാത്തത് അറിഞ്ഞ് അത്ഭുതപ്പെട്ട വാർത്ത ഓർത്തുപോവുകയാണ്. ഫിഗോ അമ്പരന്ന കാലം കടന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഇന്ത്യ ഏറെയൊന്നും മാറിയിട്ടില്ല. ഇന്ത്യയിൽ അങ്ങനെയൊരു ഫുട്ബോൾ സംസ്കാരം ഉണ്ടാക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കാര്യമായൊന്നും ചെയ്യുന്നുമില്ല എന്നതാണ് സത്യം. 2013 ISL പ്രൊഫഷണൽ ഫുട്ബോളിലെ മുന്നേറ്റവും 2017 അണ്ടർ 17 ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചതും ഇന്ത്യൻ ഫുട്ബോളിനെ ആകെ മാറ്റുമെന്ന് ഏവരും കരുതി. ഐ ലീഗിനെ 2ാം ലീഗാക്കി മാറ്റിയതൊഴിച്ചാൽ ഗ്രാസ് റൂട്ടിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തി മികച്ച താരങ്ങളാക്കി മാറ്റാനോ വിദേശ ലീഗുകളിലേക്ക് ഇന്ത്യൻ യുവാക്കൾക്ക് അവസരമൊരുക്കാനോ ഒന്നും ISLന് കഴിഞ്ഞില്ല. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്കയായ കൊൽക്കത്തയിലും ആരാധക കൂട്ടങ്ങളുടെ ആവേശം കൊണ്ട് ലോകം അത്ഭുതം കൂറുന്ന കേരളത്തിലുമൊന്നും ഫുട്ബോളിൽ ഈ നൂറ്റാണ്ടിൽ പോലും പ്രത്യേകിച്ച് ഒരു മുന്നേറ്റം എടുത്തു കാണിക്കാൻ നമുക്കില്ല. ഫുട്ബോൾ സംസ്കാരമില്ലാതെ നല്ല താരങ്ങൾ വളർന്നു വരാതെ ഒരു പരിശീലകൻ എന്ത് അത്ഭുതം കാണിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. അണ്ടർ 17 ലോകകപ്പിന് ആതിഥേയരായതുകൊണ്ട് മാത്രം കളിക്കാൻ അവസരം കിട്ടിയപ്പോൾ കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോയി പരിശീലിപ്പിക്കാൻ ഇന്ത്യൻ ഫുട്ബോൾ അധികൃതർ തയ്യാറായി. ടൂർണമെന്റ് കഴിഞ്ഞതോടെ എല്ലാം പഴയപടി. അന്ന് കോടികൾ ചെലവഴിച്ച് നവീകരിച്ച സ്റ്റേഡിയങ്ങൾ പോലും കൃത്യമായി പരിപാലിക്കാൻ സംവിധാനമൊരുക്കിയില്ല. ഇഗോർ സ്റ്റിമാക്കല്ല മറ്റേത് പരിശീലകൻ ഇന്ത്യൻ ടീമിന്റെ ചുമതലയേറ്റാലും അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇന്ത്യയിലുള്ളത്.
വിദേശത്ത് ഇന്ത്യയോളം സൗകര്യങ്ങളോ പണമോ ജനങ്ങളോ ഒന്നുമില്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പോലും 13 വയസ്സാകുമ്പോൾ കുട്ടികൾ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് പന്ത് തട്ടി തുടങ്ങും. 16 വയസ്സാകുമ്പോൾ പലരും സീനിയർ ടീമിലേക്ക് എത്തിത്തുടങ്ങും. ഇന്ന് യൂറോ കപ്പ് കളിക്കുന്ന സ്പെയിൻ താരം ലാമിനെ യമാലിന് പ്രായം 16 എന്നോർക്കുക. ഇന്ത്യയിൽ സീനിയർ ടീമിലെത്തുമ്പോൾ പോലും അടിസ്ഥാന പാഠം പഠിപ്പിക്കേണ്ട അവസ്ഥയാണ് പരിശീലകർക്ക്. 90 മിനിറ്റും കളിക്കാനുള്ള കായികക്ഷമതയ്ക്കായി ശരീരം പരിപാലിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും മനസ്സിലാക്കാതെ കരിയറിന്റെ നല്ല കാലം നശിപ്പിക്കുന്ന പ്രതിഭകളാണ് നമുക്ക് ചുറ്റും. മറ്റൊന്ന്, വിദേശ ലീഗുകളിൽ കളിക്കുന്ന ഇന്ത്യൻ വംശജർക്ക് അവസരം നൽകണമെന്ന ആവശ്യമാണ്. പൗരത്വ വിഷയം ചർച്ചയാകുന്ന കാലത്ത് അത്തരമൊരു നീക്കം ഇന്ത്യ പരീക്ഷിക്കാനിടയില്ല. കുറഞ്ഞപക്ഷം വർഷം 100-200 കുട്ടികൾക്ക് വിദേശ ലീഗുകളിലെ ക്ലബ്ബുകളിൽ സ്പോൺസർഷിപ്പോടെ പരിശീലിക്കാൻ അവസരമൊരുക്കണം. നമ്മുടെ പരിശീലകരെ പഠനത്തിന് വിദേശത്തേക്ക് വിടാനുള്ള സാഹചര്യമുണ്ടാകണം. എന്തായാലും അടുത്ത സെപ്റ്റംബർ വരെ ഇന്ത്യക്ക് മത്സരമില്ല.